അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തീർച്ചയായും അവരുടെ മുൻഗാമികളും തന്ത്രങ്ങൾ ഇറക്കിയിരുന്നു. അങ്ങനെ അള്ളാഹു അവരുടെ ആ തന്ത്രങ്ങളാകുന്ന എടുപ്പിനെ അതിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ മറിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ മേൽപ്പുര അവർക്ക് മേൽ പൊളിഞ്ഞു വീണു. വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അവർക്ക് ശിക്ഷ വന്നെത്തുകയും ചെയ്തു. അവരുടെ മുൻഗാമികൾ ഇറക്കിയ ഈ തന്ത്രത്തെ അടിത്തറയും സ്തംഭങ്ങളും മേൽത്തട്ടുമുള്ള ഒരു എടുപ്പായിട്ടാണ് ഖുർആൻ വിവരിക്കുന്നത്. തന്ത്രത്തിൻ്റെ സൂക്ഷ്മതയും ഭദ്രതയും ഉറപ്പും വലുപ്പവും സൂചിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അള്ളാഹുവിൻ്റെ ശക്തിക്കും ആസൂത്രണത്തിനു മുന്നിൽ ഇവക്കൊന്നും യാതൊരു നിലനിൽപ്പും ഇല്ല. അങ്ങനെ അള്ളാഹു അവരുടെ ആ എടുപ്പ് അതിൻ്റെ അടിത്തറയിൽ നിന്ന് മറിച്ചിട്ടു. മേൽപ്പുര അപ്പോൾ അവർക്ക് മേൽ പൊളിഞ്ഞു വീണു. അത് അവരുടെ നാശത്തിനും അവരുടെ ഖബറിനുമുള്ള ഒരു മാർഗമായി ആ വീഴൽ ആയി. വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് അവർക്ക് ശിക്ഷ വന്നെത്തുകയും ചെയ്തു. അവർ വളരെ ഭദ്രമായി പടുത്തുയർത്തിയ ആ എടുപ്പ് അത് സുരക്ഷിത സ്ഥാനമായി കരുതി ആശ്രയിച്ചിരുന്ന ഒരെടുപ്പായിട്ടാണ് അതാണ് ഇവിടെ തകർന്നു വീണിരിക്കുന്നത്. അത് തന്നെ അവരുടെ കുഴിമാടവും വിനാശഭൂമിയും ആയി മാറിയിരിക്കുകയാണ്. സുരക്ഷക്കായി അത് പടുത്തുയർത്തിയവൻ ഒരിക്കലും വിചാരിക്കാതിരുന്ന ഒരപകടമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ഖുറൈശികൾക്ക് മുമ്പും അവർക്ക് ശേഷവും എക്കാലത്തും ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു രംഗമാണിത്. തന്ത്രശാലികൾ തന്ത്രങ്ങൾ വെക്കുന്നുണ്ടെങ്കിലും ആസൂത്രകർ ആസൂത്രണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അള്ളാഹുവിലേക്കുള്ള പ്രബോധനം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലുമുള്ള പ്രബോധകർ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ഖുർആൻ നമുക്ക് കാണിച്ചു തന്ന ആ രംഗം ഓർമ്മിച്ച് കൊണ്ടിരിക്കും. ഇവിടെ സ്തംഭങ്ങൾ മറിച്ചിട്ടു എന്ന് പറയുന്നത് ചിലപ്പം നമ്രൂദാവാം, അല്ലെങ്കിൽ ഫിറൗനാവാം. ഫിറൗൻ തൻ്റെ മന്ത്രിയോട് പറഞ്ഞല്ലോ, വലിയ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ സൗധമുണ്ടാക്ക്, അവിടെ കയറിയിട്ട് ഞാൻ മൂസാ അലൈഹിസ്സലാം പറയുന്ന ആ അള്ളാഹു അവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് ആ ഫിറോൻ പറഞ്ഞതായി ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ആ തന്ത്രങ്ങളൊന്നും വിജയിക്കുകയുണ്ടായില്ല. ഇത് എക്കാലത്തെയും പ്രബോധകർ ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.